ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുറേയധികം മക്കൾക്ക് വേണ്ടി ഈശോ വാരിക്കോരി സ്നേഹം ഒഴുക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെയുള്ള വചനങ്ങളും സ്നേഹവുമാണ് കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഈശോയെ കാണുവാൻ സാധിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മിൽ പലർക്കും വിശ്വാസത്തോടെ ഈശോയോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ശരിയല്ലേ? എന്നാൽ ഈശോ പറയുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ നാമം ഓർമ്മിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നാ? നമ്മൾ വീട്ടിലായാലും പള്ളികളിലായാലും നമ്മുടെ കൂട്ടത്തിലായാലും എവിടെയായാലും നമ്മൾ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളായി പ്രാർത്ഥിക്കുമ്പോഴും കൂട്ടുകാരായി പ്രാർത്ഥിക്കുമ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്നുണ്ട്, അല്ലേ? തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, കുഞ്ഞെ ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിൻ്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. കർത്താവ് നമ്മളെ എങ്ങനെയൊക്കെ ധൈര്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ധൈര്യം അവലംബിക്കൂ. നമ്മുടെ കർത്താവ് നമ്മുടെ ദുഃഖം അകറ്റി സന്തോഷമേകും. നമ്മൾ കുറച്ച് ധൈര്യപ്പെട്ടാൽ മതി. 2 രാജാക്കന്മാർ 17:39. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം, അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. 1 ദിനവൃത്താന്തം 16:22. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ അഭിഷിക്തരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. അത് തന്നെ സങ്കീർത്തനം 105:15 പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. ആരാണ് അഭിഷിക്തർ? ആരാണ് ഈ അഭിഷിക്തർ? എൻ്റെ പ്രവാചകർ ആരാണ്? അതായത് കർത്താവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് അഭിഷിക്തർ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ് അഭിഷിക്തർ. യേശുവിനെ ഈശോ എന്ന് വിളിച്ച് കണ്ണടച്ച് വിശ്വസിച്ച് നടക്കുന്നവരാണ് അഭിഷിക്തർ. അവർ പഠിപ്പിക്കുമ്പോഴും അവർ സംസാരിക്കുമ്പോഴും കർത്താവിനെക്കുറിച്ച് മാത്രമേ അവർക്കറിയുള്ളൂ പറയാനായിട്ട്. അവരാണ് അഭിഷിക്തർ. എപ്പോഴും മനസ്സാലെ സ്തുതിച്ച് ആരാധിച്ച് നടക്കുന്നവരാണ് കർത്താവിൻ്റെ പ്രവാചകരും അഭിഷിക്തരും. അവരെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു ഉപദ്രവവും ചെയ്യരുത്. അപ്പം നമ്മളൊക്കെ കർത്താവിൻ്റെ മക്കളല്ലേ? കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് പാടി നടക്കുന്നവരല്ലേ? സങ്കീർത്തനം 115:15 കർത്താവ് നമ്മളോട് പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പിന്നെയും പറയുന്നു, കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശം കർത്താവിന് മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്കും നൽകിയിരിക്കുന്നു. കർത്താവ് സെൽഫിഷ് അല്ല. കണ്ടോ? ആകാശം കർത്താവിനുള്ളതാണ്. ആകാശം കർത്താവിനുള്ളതാണ്, എന്നാൽ ഭൂമി മക്കൾക്ക് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിൽ പെറ്റുപെരുകി നമ്മൾ വളർന്ന് എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും കാരുണ്യവും കാണിച്ച് നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതോടുകൂടി കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയും ഉണ്ടായിരിക്കും. അപ്പോൾ ഭൂമി നമുക്ക് തന്നിട്ടുള്ളതല്ലേ? പക്ഷേ അതിൽ സകല നന്മകളും ഈശോയിലൂടെ വേണം നമ്മൾ ആസ്വദിക്കുവാനും അതുപോലെ കൊണ്ടു നടക്കാനായിട്ട്. ഈശോയിലൂടെ ഭൂമിയിലുള്ള നന്മകൾ ആസ്വദിച്ച് ദുഃഖം മറന്ന് ദൈവം മെനഞ്ഞെടുത്ത കൈക്കുഞ്ഞായി ഈ ലോകത്തിൽ ജീവിക്കാം, അല്ലേ? ദൈവമല്ലേ നമ്മളെ മെനഞ്ഞെടുത്തത്.
ദൈവമല്ലേ അമ്മയുടെ ഉദരത്തിലേക്ക് ഇട്ടുകൊടുത്തത്. അപ്പോൾ ദൈവം മെനഞ്ഞെടുത്ത കുഞ്ഞായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. കണ്ണടച്ച് കർത്താവിനെ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മുടെ ഭവനത്തിലെയും നമ്മുടെ മനസ്സിലെയും ദുഃഖങ്ങളും വേദനകളും എല്ലാം പറന്നു പോകും. നമ്മുടെ കർത്താവ് വന്ന് വസിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് ആ ഭവനം നിറയും. അപ്പോൾ മക്കളെല്ലാം സന്തോഷമായില്ലേ? ആമേൻ.